Hey guys, welcome back to my channel Gadget Shahil. So guys, അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മേലായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫോട്ടോഗ്രാഫി പ്ലസ് എഡിറ്റിംഗ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ഫോട്ടോഗ്രാഫി വീഡിയോ ചെയ്തിട്ടില്ല, എഡിറ്റിംഗ് വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മൂഡി ടൈപ്പ് ഫോട്ടോഗ്രാഫിയാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ അത് ട്രൈപോഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന റോഡിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാ ആ സൈഡിലാണ് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യേണ്ടി വരും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ ഫോൺ ഈ ഒരു ചെടിയുടെ മേലെ കമഴ്ത്തി വെക്കും, എന്നിട്ട് ഞാൻ ടോപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. മൂഡി ഫോട്ടോസ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട 3 മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഷൂട്ട് ഇൻ ലോ ലൈറ്റ്. അതായത് നിങ്ങളിപ്പോൾ ഒരു മൂഡി ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒബ്ജക്റ്റിൻ്റെ മേലെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത സമയത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് രാവിലെ പുലർച്ചെ സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത സമയത്തോ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. കാരണം നിങ്ങളുടെ ഒബ്ജക്റ്റിൻ്റെ മേലെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലോട്ട് മൂഡി എഫക്റ്റ് കൊണ്ടുവരാൻ കുറച്ച് പണിയാകും. സെക്കൻഡ് വൺ, അഡ്ജസ്റ്റ് യുവർ കളർ ടെമ്പറേച്ചർ. അതായത് നിങ്ങൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബ്ലൂയിഷ് ടോണിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാം ടോണിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫോട്ടോ കുറച്ചുകൂടി മൂഡി എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. തേർഡ് വൺ വളരെ സിമ്പിളാണ്, ലോവർ യുവർ എക്സ്പോഷർ. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ആദ്യം ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റുമേ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ലോക്ക് ആവുകയും അതോടൊപ്പം നിങ്ങൾക്ക് സൈഡിലായിട്ട് എക്സ്പോഷർ സ്ലൈഡർ കാണാൻ വേണ്ടി പറ്റും. ആ സ്ലൈഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിലെ എക്സ്പോഷർ അല്ലെങ്കിൽ ലൈറ്റ് നിങ്ങൾക്ക് കുറക്കാൻ വേണ്ടി പറ്റും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മൊബൈൽ അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. സോ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ഫോട്ടോയുടെ ആംഗിൾ പറഞ്ഞത് സ്ട്രെയിറ്റ് ടോപ്പിൽ നിന്നല്ല എടുക്കുന്നത്, ഞാൻ കുറച്ച് സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ ഞാനിപ്പോൾ എടുത്ത ഫോട്ടോസ് നമുക്കൊന്ന് കാണാം. സോ ഗൈസ്, ഞാൻ ടോട്ടലായിട്ട് 3 ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഫോട്ടോ, ഇതാണ് രണ്ടാമത്തെ ഫോട്ടോ. അപ്പോൾ ഓരോ ഫോട്ടോയും കുറച്ചും കൂടി വൈഡർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 3 ഫോട്ടോസ്. ഇനി ഞാൻ ഈ 3 ഫോട്ടോസ് ലൈറ്റ്റൂമിലോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. സോ അതിനായിട്ട് ഞാൻ ആദ്യം ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം ആ 3 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 3 ഫോട്ടോസ്. ഇനി ഞാൻ 3 ഫോട്ടോസും സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ലൈറ്റ്റൂമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ആ 3 ഫോട്ടോസും ലൈറ്റ്റൂമിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ്റൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 3 ഫോട്ടോസും ഒരു ഫോൾഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ ഫസ്റ്റത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്.
സോ ഗൈസ്, ഇനി നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫോട്ടോ. അപ്പോൾ നമ്മളിത് എഡിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഡീപ്പായിട്ട് പറഞ്ഞു പോകുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫോട്ടോയിലെ ലൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സ്പോഷറും ഹൈലൈറ്റ്സും ഷാഡോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇനി നമ്മൾ കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ബ്ലൂയിഷ് ടോണിലേക്ക് ചേഞ്ച് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ കുറച്ചുകൂടി മൂഡി എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ കളറിൻ്റെയും HSL പാനൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഹ്യൂ, സാച്ചുറേഷൻ ആൻഡ് ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ലൈഡർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോക്ക് അനുസരിച്ചിട്ടുള്ള HSL അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഫോട്ടോയിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആവും നിങ്ങളുടെ ഫോട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബോർഡേഴ്സൊക്കെ കുറച്ചും ഡാർക്ക് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് വിനിയേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എൻ്റെ ഫോട്ടോക്ക് ഇപ്പോൾ അധികം വിനിയേറ്റിന് ആവശ്യമില്ല, കാരണം ഓൾറെഡി കുറച്ചൊക്കെ ഡാർക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോക്ക് അനുസരിച്ചിട്ടുള്ള വിനിയേറ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഗൈസ്, അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെറ്റിങ്സ് കോപ്പി ചെയ്തതിന് ശേഷം മറ്റ് 2 ഫോട്ടോകൾക്കും എന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മറ്റ് ഫോട്ടോയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ഫോട്ടോ എഡിറ്റ് ചെയ്യാം. സോ നമ്മുടെ മൂന്നാമത്തെ ഇമേജും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾ 3 ഇമേജും കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഞാൻ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് വെച്ചിട്ട് ഞാനൊരു മൂഡി പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രീസെറ്റ് യൂസ് ചെയ്യുന്നത് എന്നൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ എങ്ങനെ ഈ ഒരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഈ ഒരു പ്രീസെറ്റ് യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മേലെ നിങ്ങൾക്ക് ഐക്കാർഡിൻ്റെ ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. സോ എൻ്റെ ലൈറ്റ് റൂമിലെ മൂഡി പ്രീസെറ്റിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമ്മളെ ഫൈനൽ എഡിറ്റഡ് ഫോട്ടോസിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് നോക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ഫൈനൽ ഫോട്ടോസ്. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.